ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ന്യൂ മദേഴ്സിനുള്ള കുറച്ച് സെൽഫ് കെയർ ടിപ്സാണ്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും അവരുടെ ഫിസിക്കലായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ഒക്കെ കെയർ അത്യാവശ്യമാണ്. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തേത്, കുട്ടികൾ ഉറങ്ങുന്ന ടൈമിൽ അമ്മമാരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതലും ന്യൂ ബോൺ ബേബീസ് ആദ്യത്തെ ഒരു മാസമൊക്കെ രാത്രിയിലൊന്നും ഉറക്കം അധികം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ രാവിലെ ഉറങ്ങുന്ന ടൈമിൽ അമ്മമാർക്കും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക. അടുത്ത ടിപ്പ്, അമ്മമാർ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇത് അമ്മമാരിൽ ഡീഹൈഡ്രേഷൻ തടയുന്നതിനും അവരിൽ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കും. ലീഫി ഗ്രീൻസ്, ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് സീഡ്സ്, അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സുകളൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ അമ്മമാർ കുറച്ച് ടൈം ബ്രേക്കൊക്കെ എടുക്കണം. അവർക്കായിട്ടുള്ള കുറച്ച് ഷോർട്ട് മൊമെൻറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നതിനും റിലാക്സ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. അതുപോലെ അമ്മമാരുടെ ഫിസിക്കൽ റിക്കവറി നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ അമ്മമാർക്ക് ബുദ്ധിമുട്ട് കൂടുതലുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുതലായിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡിപ്രഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ അമ്മമാരുടെ മെൻ്റൽ ഹെൽത്ത് കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സെൽഫ് കെയറിനുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. അതുപോലെ ജേണൽ എഴുതുന്നതൊക്കെ നല്ലൊരു മെത്തേഡാണ്. നമ്മുടെ ഫീലിങ്സൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു മെത്തേഡാണ്. അതുപോലെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യുന്നതൊക്കെ അവരുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. പുറത്തിറങ്ങി കുറച്ച് നേരം നടക്കുന്നതിലൂടെയും അതുപോലെ ഫ്രഷ് എയർ എൻജോയ് ചെയ്യുക, അതൊക്കെ നമ്മുടെ മൂഡ്സിനെയും എനർജിയും ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.